ഗാസയിലെ അവശേഷിക്കുന്ന ഹമാസ് കേന്ദ്രങ്ങൾക്ക് നേരെ അതിരൂക്ഷമായ ആക്രമണം തുറന്ന് ഇസ്രായേലി സേന. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ ഗാസയിൽ 180 കേന്ദ്രങ്ങളിലേക്കാണ് ഇസ്രായേലിന്റെ എയർഫോഴ്സ് വ്യോമാക്രമണം നടത്തിയത്. ഐക്യരാഷ്ട്രസഭ അസംബ്ലിയിൽ ഇസ്രായേലിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ബെഞ്ചമിൻ നെതന്യാഹു സംസാരിക്കുമ്പോൾ കൂക്കി വിളിച്ച് ബോയ്ക്കോട്ട് നടത്തിയ ലോകരാഷ്ട്രങ്ങൾക്ക് ഇസ്രായേൽ നൽകിയ മറുപടി, ഹമാസിന്റെ ഭീകരതയ്ക്കെതിരെ ഒരു സന്ധിയുമില്ലെന്നും ഇനി ലോകത്താരൊക്കെ എതിർത്താലും, ലോകത്ത് അമേരിക്ക അടക്കമുള്ള ഏതൊക്കെ രാജ്യങ്ങൾ എതിർത്താലും ഹമാസ് എന്ന ഭീകര സംഘടനയുടെ അന്ത്യം കാണാതെ, സമ്പൂർണ്ണ അന്ത്യം കാണാതെ യുദ്ധം അവസാനിപ്പിക്കില്ല എന്ന ഇസ്രായേലിന്റെ ദൃഢപ്രതിജ്ഞ, ഇസ്രായേലിന്റെ അതിശക്തമായിട്ടുള്ള ഒരു തീരുമാനം, അതാണ് ഗാസയിൽ ഇസ്രായേൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. ഗാസയിലെ തെരുവുകൾ ഒന്നൊന്നില്ലാതെ ഇസ്രായേലി സേന തച്ചു തകർക്കുകയാണ്. ഗാസയിൽ കഴിഞ്ഞ 24 മണിക്കൂറിനിടെ തീർത്തത് 68 ഹമാസ് ഭീകരന്മാരെ. ഹമാസിന്റെ പേര് കേട്ട നിക്മോ ഫോഴ്സിന്റെ നിരവധി കമാൻഡർമാരെ തീർത്തു. ഹമാസിന്റെ മാത്രമല്ല, ഹമാസിന് പിന്തുണയുമായി ഗാസയിലുടനീളം ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യാൻ തുനിഞ്ഞിറങ്ങിയ പാലസ്തീൻ ഇസ്ലാമിക് ജിഹാദ് എന്ന ഹമാസിന്റെ സഹോദര ഭീകര സംഘടനയിലെ നിരവധി ഭീകരന്മാരെയും ഇസ്രായേൽ തീർത്തു. ഹമാസിനെതിരെയുള്ള അവസാനഘട്ട യുദ്ധം ഇസ്രായേൽ ആരംഭിച്ചിട്ട് ഏകദേശം 2 ആഴ്ച പിന്നിടുന്നു. ഇതിനകം തന്നെ ഗാസ സിറ്റിയിൽ നിന്ന് 8 ലക്ഷത്തോളം പാലസ്തീനികൾ കുടിയിറക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. അവർ ഗാസയുടെ തെക്ക് ഭാഗത്തുള്ള അൽ മവാസി മേഖലയിലേക്ക് തമ്പടിച്ചിരിക്കുന്നു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ ഗാസയിൽ നിന്നും പുറത്തു വരുന്നത്. ഇത് ഐക്യരാഷ്ട്രസഭയുടെ കീഴിലുള്ള ലോകാരോഗ്യ സംഘടനയടക്കം പുറത്തുവിട്ട കണക്കുകളാണ്. ഏറെക്കുറെ 10 ലക്ഷത്തോളം ആളുകൾ ഗാസ സിറ്റിയിൽ ഉണ്ടായിരുന്നു എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. അതിൽ 8 ലക്ഷത്തിലധികം ആളുകൾ ഇതിനകം ഗാസ സിറ്റി ഉപേക്ഷിച്ച് കടന്നിരിക്കുന്നു. തെക്കൻ പ്രദേശമാണ് താരതമ്യേന പാലസ്തീനികൾക്ക് താമസിക്കാനും അധിവസിക്കാനും സുരക്ഷിതമായ പ്രദേശമെന്ന തിരിച്ചറിവിലാണ് അവർ തെക്കൻ പ്രദേശമായ അൽ മവാസിക്ക് സമീപമുള്ള മേഖലകളിൽ തമ്പടിച്ച് അവിടെ കഴിയുന്നത്. ഇനി അവശേഷിക്കുന്ന ആളുകളൊക്കെ തന്നെ ഗാസ സിറ്റിയിൽ ഹമാസിനെ പിന്തുണയ്ക്കുന്നവരാണ് എന്ന് ഇസ്രായേൽ കരുതുന്നുണ്ട്. ഇത് സംബന്ധിച്ച് കൃത്യമായ സന്ദേശം അവശേഷിക്കുന്ന ആളുകൾക്ക് ഇസ്രായേൽ നൽകുകയും ചെയ്തു. ഇനിയും നിങ്ങൾ ഹമാസിന്റെ ഭീകരന്മാരുടെ സമീപത്ത് തമ്പടിച്ചാൽ, അവിടെ നിങ്ങൾ കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവൻ ആപത്താണ്. ഇനി വരാൻ പോകുന്നത് മാരകമായ ബോംബിംഗ് ആണ്. ഇനി വരാൻ പോകുന്നത് രാസായുധ പ്രയോഗമാണ്. ഇനി ഭൂമി പിളർക്കുമാറുള്ള കില്ലർ ബോംബുകളായിരിക്കും ഗാസ സിറ്റിയിൽ ഇസ്രായേലി സേന വർഷിക്കുക. ഇനി യാതൊന്നും തന്നെ നോക്കാത്ത, ഒരു തരത്തിലുള്ള പരിഗണനയും ഇല്ലാത്ത അതിഭീകരമായ അതിമാരകമായ ബോംബിങ്ങിന്റെ സമയമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എത്രയും വേഗം ഹമാസിന്റെ ഭീകരന്മാരിൽ നിന്നും പരമാവധി അകലം പാലിക്കുക. എങ്കിൽ മാത്രമേ നിങ്ങളുടെ ജീവന് രക്ഷ നേടാൻ കഴിയുകയുള്ളൂ. ഇല്ലാത്ത പക്ഷം നിങ്ങൾ ഇസ്രായേലിന്റെ ബോംബിങ്ങിൽ തകർന്നു തരിപ്പണമാകും, കൊല്ലപ്പെടുമെന്ന് ഇസ്രായേലി സേന അവരെ അറിയിച്ചു. ഗാസയുടെ തെരുവുകളിൽ ഇതിനകം തന്നെ ഉച്ചഭാഷിണികൾ ഇസ്രായേലി സേന സ്ഥാപിച്ചു കഴിഞ്ഞു. ആ ഉച്ചഭാഷണികളിലൂടെ കഴിഞ്ഞ ദിവസം ഐക്യരാഷ്ട്രസഭയിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നടത്തിയ പ്രസംഗം, ചരിത്രപരമായ പ്രസംഗം, ആ പ്രസംഗത്തെ ഇസ്രായേലി സേന കേൾപ്പിച്ചു. ആ പ്രസംഗത്തിൽ വളരെ ശക്തമായി തന്നെ ഇസ്രായേലിന് വേണ്ടി ബെഞ്ചമിൻ നെതന്യാഹു വാദിക്കുന്നുണ്ട്. ഇനിയും ഞങ്ങളുടെ കയ്യെത്തും ദൂരത്ത്, 1.5 മൈൽ ദൂരത്ത് ഞങ്ങളെ കൊല്ലാൻ തക്കം പാർത്തിരിക്കുന്ന ഭീകരന്മാർക്ക് വേണ്ടി ഒരു രാജ്യം ഞങ്ങൾ സൃഷ്ടിക്കണമെന്നാണോ പറയുന്നത്? അത് ഒരിക്കലും സാധ്യമല്ല. ഇനിയും ഇസ്രായേൽ എന്ന രാജ്യത്തുള്ള ജനങ്ങളുടെ സുരക്ഷ, അത് നോക്കേണ്ട ബാധ്യതയും ഉത്തരവാദിത്വവും ഞങ്ങൾക്കുണ്ട്. ഇനിയെങ്കിലും ഇസ്രായേലിലെ ജനത്തിന് മനസ്സമാധാനത്തോടെ ഒന്ന് ഉറങ്ങണം. ഇനിയെങ്കിലും ഇസ്രായേലിലെ ജനങ്ങൾക്ക് സമാധാനത്തോടെ ഒന്ന് തല ചായ്ക്കണം. അതിന് ഹമാസ് എന്ന ഭീകരന്മാർ തൊട്ടടുത്തുണ്ടാകാൻ പാടില്ല. ഇതാണ് ബെഞ്ചമിൻ നെതന്യാഹു കാലങ്ങളായി പറഞ്ഞു വരുന്നത്. കഴിഞ്ഞ ദിവസം ബെഞ്ചമിൻ നെതന്യാഹു ഐക്യരാഷ്ട്രസഭയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കാൻ എത്തിയപ്പോൾ പരിഹസിച്ചുകൊണ്ട് കൂക്കി വിളിച്ചു ലോകരാഷ്ട്രങ്ങളിലെ നേതാക്കന്മാർ. 50-ലധികം രാജ്യത്തിന്റെ പ്രതിനിധികൾ ആ വേദി വിട്ടിറങ്ങിപ്പോയി. എന്നിട്ടും അചഞ്ചലനായി യാതൊരു തരത്തിലുള്ള ഭാവഭേദവുമില്ലാതെ ലോകത്തോട് സംവദിക്കുകയായിരുന്നു ബെഞ്ചമിൻ നെതന്യാഹു. കാരണം അദ്ദേഹത്തിന് ഒരു കൃത്യമായ ലക്ഷ്യമുണ്ട്. തൻ്റെ ജനതയെ കൂട്ടക്കുരുതി ചെയ്ത കൊടും ഭീകരന്മാരെ ഈ ഭൂമുഖത്ത് നിന്ന് ഇല്ലായ്മ ചെയ്യണം. ആ കൊടും ഭീകരന്മാർ ഇനി ഒരിക്കലും തൊട്ടടുത്ത രാജ്യമായ മേഖലയായ ഗാസയിൽ അവർ ഇനിയും ഉണ്ടാകരുത്. ഗാസ എന്ന ഭൂപ്രദേശം ഒരിക്കലും ഹമാസ് എന്ന ഭീകരന്മാരുടെ താവളമായി മാറരുത്.
ഇത് ഒരു രാജ്യത്തലവന്റെ, ഒരു രാഷ്ട്രത്തലവന്റെ ഏറ്റവും വലിയ ഇച്ഛാശക്തിയുടെ വിജയമാണ്. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഗാസയിലെ ഹമാസിന്റെ അന്ത്യം ഉറപ്പിക്കുന്ന സന്ദേശം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്ന കാര്യം ഉറപ്പാണ്. ഏറെക്കുറെ ഗാസയിലെ ഹമാസിന്റെ സാന്നിധ്യം അവസാനിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനിയും അവശേഷിക്കുന്നത് ചില ബങ്കറുകളിൽ ഹമാസിന്റെ സാന്നിധ്യമാണ്. അതുകൂടി തീർക്കാൻ വേണ്ടിയുള്ള ഏറ്റവും നിർണായകമായ യുദ്ധമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ബങ്കറുകൾ തോറും തകർത്ത് തരിപ്പണമാക്കുകയാണ് ഇസ്രായേലി സേന. ഓരോ ബങ്കറിലും 100 കണക്കിന് കിലോ ഭാരമുള്ള സ്ഫോടക വസ്തുക്കൾ നിറയ്ക്കുകയാണ്. അതിനുവേണ്ടി പ്രത്യേകം കില്ലർ റോബോട്ടുകളെ ഇസ്രായേൽ വിന്യസിച്ചു കഴിഞ്ഞിരിക്കുന്നു. കില്ലർ റോബോട്ടുകൾ സ്ഫോടക വസ്തുക്കളും വഹിച്ചുകൊണ്ട് ഈ ബങ്കറുകളുടെ കവാടത്തിലെത്തി ബങ്കറുകൾക്കുള്ളിലേക്ക് ആ സ്ഫോടക വസ്തുക്കൾ നിറയ്ക്കുന്നു. പിന്നാലെ സ്ഫോടനമുണ്ടാകുന്നു. അങ്ങനെ ഓരോ സ്ഫോടനത്തിലും ഓരോ ബങ്കറുകളും അതിൻ്റെ സമീപ പ്രദേശങ്ങളും തകർന്ന് തരിപ്പണമാവുകയാണ്. പള്ളികളിൽ ഒളിക്കാൻ കഴിയുന്നില്ല. മോസ്കുകളെല്ലാം തന്നെ ഇസ്രായേലി സേന തകർത്തു. ആശുപത്രികളുടെ മറവിൽ ഒളിക്കാൻ കഴിയുന്നില്ല. ആശുപത്രികൾ ഇസ്രായേലി സേന തകർത്തു. സ്കൂളുകൾ, കോളേജുകൾ, അഭയാർത്ഥി ക്യാമ്പുകൾ എന്ന് വേണ്ട പ്രധാനപ്പെട്ട എല്ലാ കെട്ടിടങ്ങളും ഗാസയിൽ നിലം പതിച്ചു കഴിഞ്ഞു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. എന്തായാലും ഗാസയിലെ ഹമാസിന്റെ അന്ത്യം ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഗാസയിലെ ഹമാസിന്റെ അന്ത്യം ഉറപ്പിക്കുന്ന ആ നിർണായകമായ പ്രഖ്യാപനം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഭാഗത്തുനിന്നുണ്ടാകും. അതിനെ കാതോർത്തിരിക്കുകയാണ് ലോകം. അതിനു മുമ്പ് തന്നെ യുദ്ധം അവസാനിപ്പിക്കാനുള്ള വലിയ പരിശ്രമങ്ങൾ അറബ് രാജ്യങ്ങളും അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ നടത്തുന്നു. എന്നാൽ ഇനി ഏറെക്കുറെ 1, 2, 3 ദിവസം കൊണ്ട് യുദ്ധം അവസാനിക്കുമെന്നും അതിനു മുൻപ് യുദ്ധം പകുതി വഴിയിൽ നിർത്തില്ല എന്നുമുള്ള നിർണായകമായ പ്രഖ്യാപനമാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇപ്പോൾ നടത്തിയിരിക്കുന്നത്.